ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ്. 3 raised to 2x plus 6 equal to 11 raised to x plus 3. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? 3 raised to 2x plus 6. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 2 പവറിൽ കോമൺ ഫാക്ടർ പുറത്തെടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 3 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 3 raised to 2x പ്ലസ് 3 into 6 അപ്പോൾ പവറായി ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 raised to x plus 3 എന്നുള്ളത് കിട്ടി. ഇനി ഇത് LHS പാർട്ടാണ്. ഇനി RHS എടുക്കാം. അപ്പോൾ 9 raised to x plus 3 ഈക്വൽ ടു 11 raised to x plus 3. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 9 raised to x ഇൻറ്റു 9 raised to 3. ഇതാണ്, അതായത് a raised to m ഇൻറ്റു a raised to n ഈക്വൽ ടു a raised to m plus n. അപ്പോൾ ഈ പാർട്ട് എന്ന് പറയുന്നത് a raised to m plus n. അപ്പോൾ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? a raised to m ഇൻറ്റു a raised to n ഈക്വൽ ടു 11 raised to x ഇൻറ്റു 11 raised to 3. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിനെ ക്രോസ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 9 raised to x ബൈ 11 raised to x. എക്സിൻ്റെ ടേംസ് എല്ലാം നമുക്ക് ഒരു സൈഡിൽ കൊണ്ടുവരാം. ഈക്വൽ ടു 11 raised to 3 ദാറ്റ് ഈസ് 11 ക്യൂബ് ബൈ ഇവിടെ എന്താണ് 9 ക്യൂബ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ കോമൺ ആയിട്ട് എഴുതാം? 9 ബൈ 11 ദി ഹോൾ റേസ് ടു എക്സ് ഈക്വൽ ടു 11 ബൈ 9 ദി ഹോൾ റേസ് ടു 3. ഇങ്ങനെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടെ 9 ബൈ 11ഉം ഇവിടെ 11 ബൈ 9ഉം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്ന് റെസിപ്രോക്കൽ എടുത്ത് കൊടുക്കണം. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? 9 ബൈ 11 ദി ഹോൾ റേസ് ടു എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 11 ബൈ 9 എന്ന് പറയുന്നതിനെ നമുക്ക് 9 ബൈ 11 ദി ഹോൾ റേസ് ടു -3 എന്നെഴുതി കൊടുക്കാം. അതായത് a റേസ് ടു m b റേസ് ടു m. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a ബൈ ബി ദി ഹോൾ റേസ് ടു m എന്നെഴുതാം. അപ്പോൾ ഇതിനെ റെസിപ്രോക്കലാണ് എടുക്കുന്നതെങ്കിൽ b ബൈ a ദി ഹോൾ റേസ് ടു -m എന്നെഴുതാം. അതാണ് നമ്മളിവിടെ ചെയ്തത്. 9 ബൈ 11 ദി ഹോൾ റേസ് ടു -3. അപ്പോൾ ഈക്വേറ്റിംഗ് എന്താണ്? പവേഴ്സ്. ബേസ് ഈക്വലാണ്. അപ്പോൾ പവേഴ്സ് ഈക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു -3 അല്ലേ? ഇവിടെ ബേസ് 9 ബൈ 11, ഇതിവിടെ 9 ബൈ 11. ഇവിടെ അപ്പോൾ പവേഴ്സ് എന്ന് പറയുന്നത് എക്സും -3യുമാണ്. പവേഴ്സ് ഈക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു -3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -3. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ?